ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖാട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമൽ അനാം الإيمان والإسلام وما يحتاجون إليه من الأحكام والصلاة والسلام على سيدنا محمد خير الأنام وعلى آله وصحبه وسلم. أما بعد. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര്? അദ്ദറസുൽ അവൽ അല്ലാമുൽ ഒയൂബ്. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പറയുന്നതെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, അല്ലാഹു തആലയ്ക്ക് 41 സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളെക്കുറിച്ചാട്ടോ. അപ്പോൾ നമുക്കിതിലെ തദ്രീബാത്തുകൾ നോക്കിയാലോ? അത്തദ്രീബാത്ത് നഫ്അമു വനക്തുബു. അപ്പോൾ നമ്മൾ അല്ലാഹു തആലയുടെ വാജിബായ 20 സിഫത്തുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് അതേപടി ഇങ്ങോട്ട് എടുത്ത് എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ അടുത്തത് നോക്കിയാലോ? ഫസ്റ്റത്തത് എന്താണ്? അൽ വുജൂദ്, ഉള്ളവനായിരിക്കുക. അൽ ഖിദം, അനാദ്യനായിരിക്കുക. അൽ ബക്ക, അന്ത്യമില്ലാതിരിക്കുക. അൽ മുഹാലഫത്തു ലിൽ അവാദിസ്, സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യാസപ്പെടുക. അൽ ഖിയാമു ബിൻ നഫ്സി, നിരാശ്രത്യം. അൽ വഅദാനിയ, ഏകത്യം. അൽ ഖുദ്റത്ത്, കഴിവ്. അൽ ഇറാദത്ത്, ഉദ്ദേശിക്കൽ. അൽ ഇൽമ്, അറിവ്. അൽ ഹയാത്ത്, ജീവിച്ചിരിക്കൽ. അസ്സമഅ, കേൾവി. അൽ ബസർ, കാഴ്ച. അൽ കലാം, സംസാരം. കൗനു ഖാദിറ, കഴിവുള്ളവനായിരിക്കുക. കൗനു മുരീദം, ഉദ്ദേശമുള്ളവനായിരിക്കുക. കൗനു ആലിമം, അറിവുള്ളവനായിരിക്കുക. കൗനു ഹയ്യം, ജീവിച്ചിരിക്കുന്നവനായിരിക്കുക. കൗനു സമീം, കേൾവിയുള്ളവനായിരിക്കുക. കൗനു ബസീറം, കാഴ്ചയുള്ളവനായിരിക്കുക. കൗനു മുതകല്ലിമൻ, സംസാരമുള്ളവനായിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? നഖ്റഉ വനഫ്അ. അപ്പോൾ ഇതിൽ വായിച്ച് ഇത് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. ജസാക്കല്ലാഹു ഖൈറ. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ലത് നൽകട്ടെ. സിഫത്ത്, വിശേഷണം. വാജിബ്, ഉണ്ടാവൽ, അനിവാര്യമായത്. മുസ്തഹീൽ, ഉണ്ടാവാൻ പാടില്ലാത്തത്. ജായിസ്, ഉണ്ടാവൽ, അനുവദനീയമായത്. എങ്കിൽ മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് കടന്നാലോ? മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? അതെ, കണ്ടെത്താം. എന്താണ്? ഒന്നാമത്തെ ചോദ്യം വായിക്കുക. അല്ലാഹു തആലക്ക് എത്ര സിഫത്തുകളുണ്ട്? അതെ, അല്ലാഹു തആലക്ക് 41 സിഫത്തുകളുണ്ട്. അതിവിടെ എഴുതുക. രണ്ടാമത്തത് എന്താണ്? അല്ലാഹു തആലക്ക് വാജിബായ സിഫത്തുകൾ എത്രയാണ് അല്ലാഹു തആലക്ക് വാജിബായ സിഫത്തുകൾ? അതെ, 20. അല്ലാഹു തആലക്ക് മുസ്തഹീലായ സിഫത്തുകൾ എത്ര? അതായത് അല്ലാഹു തആലക്ക് പാടില്ലാത്ത സിഫത്തുകൾ എത്ര? അത് 20 എണ്ണം അല്ലേ. അല്ലാഹു തആലക്ക് ജായിസായ സിഫത്ത് ഏത്? അതേതാണ്? അവൻ ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും അവൻ്റെ ജായിസായ സിഫത്താണ്. ഇതാണ് എന്ത്? നാലാമത്തെ ആൻസർ കേട്ടോ. എങ്കിൽ അഞ്ചാമത്തേതിലേക്ക് കടന്നാലോ? എന്താണ് അഞ്ചാമത്തത്? ഇഹലോകത്ത് അല്ലാഹു തആലയെ കണ്ടതാരാണ്? അതെ, മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തത് എന്താണ്? അല്ലാഹു തആലയെ നാം കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ അവനെ അറിയും? അതെ, സിഫത്തുകളിലൂടെയാണ് നാം അവനെ അറിയുക. ഓക്കെ. എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? എന്താണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞിൻ്റെ പേര് എഴുതുക. എന്താണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞിൻ്റെ പേര്? അതെ, ഈസാ നബിയാണല്ലേ. ഈസാ നബിക്ക് ഇല്ല. എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ? ജസാക്കല്ലാഹു ഖൈറ എന്ന് കേട്ടാൽ എന്താണ് മറുപടി പറയേണ്ടത്? എന്താണ്? വഅൻതും ജസാക്കല്ലാഹു ഖൈറ. നാലാമത്തത് എന്താണ്? നുബയ്യിനു സിയാഖ്. അതായത് നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുക എന്നാണ്. ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കൂ. അതെന്താണ് ഇതിൻ്റെ ആൻസർ? അതെ, നമ്മൾ മറിയം ഈ കുട്ടിയെ എവിടുന്ന് കിട്ടി? ആളുകൾ ചോദിച്ചു. ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹ തൊട്ടിലിലേക്ക് ചൂണ്ടി. ആളുകൾ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അത്ഭുതം, അതാ കുഞ്ഞ് സംസാരിക്കുന്നു.
ഇവിടെ വരെ എഴുതുക. എങ്കിൽ അഞ്ചാമത്തെ പ്രവർത്തനത്തിലേക്ക് കടന്നാലോ? നുഅയ്ദുൽ ഫിക്ര, അതായത് ഒരു ഗണ്ണിക പോലെ എഴുതാനാണ്. തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് എന്തെല്ലാമാണ് പറഞ്ഞത്? ഞാൻ അല്ലാഹു തആലയുടെ അടിമയാണ്, എനിക്കവൻ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, എന്നെ നബിയാക്കിയിട്ടുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും എന്നെ ബറക്കത്തുള്ളവനാക്കി. ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും എൻ്റെ മാതാവിന് ഗുണം ചെയ്യാനും എന്നോട് വസിയത്ത് ചെയ്തു. ഇതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തത് എന്താണ്? അല്ലാഹു തആലയെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? അല്ലാഹു തആലയെ ആരും കണ്ടിട്ടില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹ്റാജിൻ്റെ രാത്രി അല്ലാഹു തആലയെ കണ്ടു. സജ്ജനങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണും. അല്ലാഹു തആലയുടെ സിഫത്തുകളിലൂടെയാണ് നാം അവനെ അറിയുക. അല്ലാഹു തആലക്ക് 41 സിഫത്തുകളുണ്ട്. വാജിബായത് 20ഉം മുസ്തഹിലായത് 20ഉം ജായിസായ 1 സിഫത്തും. ഈ സിഫത്തുകൾ അറിയൽ നമുക്ക് നിർബന്ധമാണ്. അത്രയും എഴുതാം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും എഴുതാം. ഇനി അടുത്തത് എന്താണ്? ആറാമത്തെ പ്രവർത്തനം എന്താണ്? നസിൽ, ചേരുംപടി ചേർക്കാം. ഫഅല്ലാഹു മൗജൂദും കദീമും ബാഖി മുആലിഫുൻ ലിൽ അൽകി ബിൽ ഇത്ലാഖി വഖായിമു അനിയു വവായിദും വഈ ഖാദിർ മുരീദു ആലിമും ബികുല്ലി ഷൈ സമീഉം ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാതു സബ്അതു തൻതലിമു ഫഖുദ്റതു ഇറാദതു സമഉ ബസർ ആയത്തുൽ ഇൽമു കലാമു ഇസ്തമർ. അതായത് ഫഅല്ലാഹു മൗജൂദും കരീമും ബാക്കി അതിൻ്റെത് 3. അപ്പോൾ അത് 3 ഇവിടെ എഴുതുക. അപ്പോൾ അടുത്തത് എന്താണ്? അതെ, ഏഴാമത്തെ പ്രവർത്തനം എന്താണ്? തഹ്സീസ്. അത് അസൈൻമെൻ്റാണ് കേട്ടോ. എങ്കിൽ എട്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടന്നാലോ? നഖ്റഉ വനക്തുബു. എന്താണ്? വായിച്ചെഴുതാം. ജസാക്കല്ലാഹു ഖൈറ, ആമീൻ വഇയ്യാക്കും, സമീഉൽ ബസീർ വൽ മുതകല്ലിമു വആലിഫുൽ അൽകി ബിൽ ഇത്ലാഖി. അപ്പോൾ ഇത്രയും നിങ്ങൾ വായിച്ചെഴുതാം.